വായ്പ ഗെയിം ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വൈപ്പിൻ സ്വദേശി റാഫേൽ ജെയിംസ് റൊസാരിയെ ഇപ്പോൾ ഇ.ഡി. ചോദ്യം ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വായ്പ ഗെയിം കമ്പനികൾ വഴി കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയെന്ന നിഗമനത്തിലാണ് ഇ.ഡി. റാഫേലിന്റെ വീട്ടിൽ റെയ്ഡൊക്കെ നടത്തിയിരുന്നു. എന്താണ് ഈ സംഭവം? എന്താണ് ഈ റാഫേലിന്റെ റോൾ എന്നാണ് ഇ.ഡി. പറയുന്നത്? ആര്യ, ഈ ഓൺലൈൻ ആപ്പുമായി ബന്ധപ്പെട്ട് ഗെയിമിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് കേരള പോലീസും അതോടൊപ്പം തന്നെ ഹരിയാന പോലീസും ചില FIRകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ FIRകളുടെ ചുവടുകൾ പിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്. അതിലാണ് ഈ വൈപ്പിൻ സ്വദേശി റാഫേൽ റൊസാരിയോയുടെ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇതിലൊരു കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇ.ഡി. പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അതായത് ഈ കമ്പനികളൊക്കെ തന്നെ സംസ്ഥാനത്തെ ബാങ്കുകളിൽ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിലൊക്കെ തന്നെ അക്കൗണ്ടുകൾ എടുക്കും, വ്യാജ പേരുകളിൽ അക്കൗണ്ട് എടുക്കും. അങ്ങനെ ഈ ആപ്പിലൂടെ ലഭിക്കുന്ന പണം ഈ അക്കൗണ്ടുകളിലേക്ക് മാറ്റും. പിന്നീട് ആ പണം ഇവരുടെ തന്നെ കടലാസ് കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന പണം അത് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, വിദേശത്തേക്ക് അയക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. വിദേശത്തേക്ക് അയക്കുന്നത് ഈ ക്രിപ്റ്റോ കറൻസി, അതോടൊപ്പം തന്നെ വ്യാജ സോഫ്റ്റ്വെയർ ഇൻവോയ്സ്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വഴിയാണ് വിദേശത്തേക്ക് പണം കൊണ്ടുപോകുന്നത്. അങ്ങനെ ആണ് കള്ളപ്പണ ഇടപാട് ഇ.ഡി. സംശയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. നേരത്തെ കോടിക്കണക്കിന് രൂപ ഇവരുടെ അടക്കം ഫ്രീസ് ചെയ്തിരുന്നു. ഇതിൽ ഒരു കമ്പനി മാത്രമല്ല, പല കമ്പനികൾക്കെതിരായുള്ള അന്വേഷണമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വൈപ്പിൻ സ്വദേശിയുമായി ബന്ധപ്പെട്ട റെയ്ഡും പരിശോധനകളും ഒക്കെ ഇ.ഡി. നടത്തുന്നത്. ശരി രാഗിൻ.